ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെയിൻബോ പുട്ടാണ്. അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 ക്യാരറ്റ് മിക്സിയിൽ അധികം വെള്ളം ചേർക്കാതെ നല്ലതായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം. ഇത് ഒരു പിടി മല്ലിയില, അല്പം വെള്ളം ചേർത്ത് ഒരു 3 പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഇതുപോലെ അടിച്ചെടുത്തത്. ഇതൊരു വലിയ ബീറ്റ്റൂട്ട് ഇതേപോലെ നല്ലതായിട്ട് അടിച്ചെടുത്തത്. വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ചിരവിയ തേങ്ങ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, അപ്പോൾ നമുക്ക് വെള്ള പുട്ടുപൊടി 200 ഗ്രാം വീതം 4 ബൗളുകളിലേക്ക് മാറ്റിവെക്കാം. ഒരു 250 ഗ്രാം റാഗി പുട്ടുപൊടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ റാഗി പുട്ടുപൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെമ്പ പുട്ടുപൊടി ആയാലും ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുന്നത് റെയിൻബോ പുട്ടാണ്. അതിനുവേണ്ട വ്യത്യസ്ത കളറുകളാണ് നമ്മളിപ്പോൾ ഈ ബൗളിൽ എടുത്തു വച്ചിരിക്കുന്നത്. ക്യാരറ്റ്, അതുപോലെ തന്നെ മല്ലിയില, ബീട്രൂട്ട്, ഈ 3 കളറും 3 ബൗളിലുള്ള ആ പുട്ടുപൊടികളിൽ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ബൗൾ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് എന്നുള്ള വെള്ള പുട്ടുപൊടിയിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പ്യൂരിയില്ലേ, ആ ജ്യൂസ് മാതിരിയുള്ളത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഓറഞ്ച് കളറുള്ള പുട്ടുപൊടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ അതിന് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, ആ മല്ലിയിലയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് അടുത്ത കളറ് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. മല്ലിയില ചേർത്ത് നമ്മുടെ പച്ച കളറുള്ള പുട്ടുപൊടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ കളറായ റെഡ് കളറിന് വേണ്ടി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടുണ്ട്. അത് അല്പം കൂടി ഉപ്പ് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്ത് അതെടുക്കാം. അപ്പോൾ നമ്മളുടെ ചുവന്ന കളറുള്ള പുട്ടുപൊടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ റാഗി പുട്ടുപൊടി നമ്മൾ ഉപ്പും വെള്ളവും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാധാ വെള്ള പുട്ടുപൊടിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളുടെ റെയിൻബോ പുട്ടിനുള്ള പൊടികൾ എല്ലാം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ കളറിലെല്ലാം ഇരിക്കുകയാണ്. അത് നമുക്ക് ഈ പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ആവി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ പുട്ടുകുറ്റി ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം.
അപ്പോൾ ഏകദേശം പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഏകദേശം ആവി വന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ ചാനൽ മറന്നു പോയിട്ടില്ലല്ലോ, സിജു കലവറക്കാരൻ. അതെ, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഏകദേശം ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പുട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത ആഴ്ച പുതിയൊരു വിഭവമായി എത്തും വരേക്കും ഗുഡ് ബൈ.